ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട്. 5.7 ലക്ഷം കോടി രൂപയുടെ കടം എന്നാണ് സർക്കാർ സഭയിൽ വെച്ച ധവളപത്രത്തിൽ തെളിഞ്ഞത്. 3.5 കോടി ജനസംഖ്യയുള്ള ഇന്നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ഏതാണ്ട് 1.5 ലക്ഷത്തിന്റെ ബാധ്യത പേറുന്നവരാണ് എന്നർത്ഥം. പൊതുകടം ഇത്രയും പെരുകാൻ ഇടയാക്കിയതിൽ 78,000 കോടിയുടെ സഞ്ചിത നഷ്ടം വരുത്തിവെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ട്. മറ്റൊന്ന്, ഒരു സമാന്തര ധനകാര്യ അതോറിറ്റിയായി മാറിയ കിഫ്ബി വരുത്തിവെച്ച ബാധ്യത എന്നാണ് കണ്ടെത്തൽ. കണക്കിലൂടെ കടത്തിന്റെ ആഴം കാട്ടിയ ധവളപത്രം LDFന് നേരെ പിടിച്ച കണ്ണാടി എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വിശേഷിപ്പിച്ചത്. അടിമുടി അബദ്ധങ്ങൾ മൂടിയ ഒരു ധനകാര്യ കെടുകാര്യസ്ഥതയാണ് തലയ്ക്ക് മുകളിലെ കടത്തിന് കാരണമെങ്കിൽ പരിഹാര നിർദ്ദേശങ്ങൾ കുറ്റമറ്റതാകണം. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സമഗ്ര പൊളിച്ചെഴുത്തിന് അനിവാര്യമായത് UDF സർക്കാർ ധവളപത്രത്തിനൊപ്പം മുന്നോട്ട് വയ്ക്കുന്ന സ്വകാര്യ നിക്ഷേപങ്ങളും സഹകരണ മേഖലയുടെ പങ്കാളിത്തവുമാണോ? ചട്ടം ലംഘിച്ച് തയ്യാറാക്കിയ ധവളപത്രമെന്നും ഉമ്മാക്കി എന്നുമുള്ള പ്രതിരോധത്തിനപ്പുറം സർക്കാരിന്റെ പുതിയ ശ്രമങ്ങളെ പ്രതിപക്ഷത്തിന് അംഗീകരിക്കേണ്ടി വരുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.